എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ ഈ വർഷത്തെ 2025 മേടം വിഷു ഫലവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് സമയം നമുക്ക് വേണ്ടതായിട്ടുണ്ട്. കാര്യം ഇത് വസ്തുനിഷ്ഠമായിട്ട് രാശിചക്രങ്ങൾ വരച്ചിട്ട് അതിൻ്റെ സ്ഥിതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്രാവശ്യം 1200 മീനമാസം 30 13/4/2025 വെളുപ്പിനെ 3:21 മേട രവി സംക്രമം എന്ന് പറയും. അതായത് സൂര്യൻ മീനത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഈ പറയുന്ന 13/4/2025 രാത്രി, അതായത് വെളുപ്പിനെ 3:21 AM സൂര്യൻ മീനം രാശിയിലേക്ക് നിന്നും മേടൻ രാശിയിലേക്ക് കടക്കുന്നതിനെയാണ് മേടരവി സംക്രമം വിഷു എന്ന് പറയുന്നത്. അതുകൂടാതെ സൂര്യൻ്റെ ഉച്ചരാശിയും കൂടിയാണ് ഏത് മേടം രാശി എന്ന് പറയുന്നത്. മേടം രാശിക്ക് സൂര്യൻ 5ാം ഭാവാധിപനും കൂടി ആണ്. അപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ഒരു സൂര്യൻ മേടം രാശിയിലേക്ക്, ചൊവ്വയുടെ രാശിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാല് നക്ഷത്രങ്ങളാണ് എവിടെയുള്ളത്? മേടം രാശിയിലുള്ളത്. മേടം രാശി ഇവിടെയാണ്, ഈ മൂലയ്ക്ക് നിന്ന് രണ്ടാമത്തത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് മുതൽ ഒരു വർഷത്തേക്ക് 12 രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശുക്രൻ്റെ രാശിയിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളത്. ഈ വരുന്ന 2025 മെയ് മാസം 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് കടക്കുന്നുണ്ട്. അത് കൂടാതെ 2025 മെയ് 19 കേതു ചിങ്ങൻ രാശിയിലേക്ക് കടക്കുന്നുണ്ട്. രാഹു കുംഭൻ രാശിയിലേക്ക് കടക്കുന്നുണ്ട്. 2025 ഒരു പ്രധാനപ്പെട്ട ഒരു വർഷമായിട്ട് വേണം നമ്മളിതിനെ കണക്കൂട്ടാൻ. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഗ്രഹങ്ങൾക്കും രാശിപ്പകർച്ച ഉള്ള ഒരു വർഷമാണ് 2025. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും അങ്ങനെ വരാറില്ല. ഇപ്രാവശ്യം എല്ലാ ഗ്രഹങ്ങൾക്കും ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ഈ വരുന്ന 2025 ഏപ്രിൽ മാസം 29 മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേടം വിഷു എന്ന് പറയുന്നത് ഏപ്രിൽ 13 വിഷു. അപ്പോൾ ശനിയുടെ സ്ഥാനം ഇവിടെ, രാഹുവിൻ്റെ സ്ഥാനം മീനൻ രാശിയിൽ, കേതു കന്നി രാശിയിൽ, ചന്ദ്രൻ വിഷുവിൻ്റെ അന്ന് തുലാൻ രാശിയിൽ, വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവിടെ. മറ്റു ഗ്രഹങ്ങളെ അടയാളപ്പെടുത്താത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ഭാവങ്ങളിൽ മാറ്റം വരുന്നത്, പെട്ടെന്നുള്ള മാറ്റം ഉണ്ടാകുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടുള്ള രാശിമാറ്റമുള്ള ഗ്രഹങ്ങളെ മാത്രമായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. സൂര്യൻ മേടം രാശിയിൽ വരുമ്പോൾ മേടം രാശി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ആദ്യം പറയുന്നത്. അതിന് മുമ്പായിട്ട് ചോതി നക്ഷത്രത്തിലാണ് ഇപ്രാവശ്യം വിഷു ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ആദിശൂലം എന്ന് പറയുന്ന ഒരു ദോഷം ഉണ്ടാകുന്നു, വിഷു ദോഷഫലങ്ങൾ. രണ്ടാമതായിട്ട് മധ്യശൂലം ഉണ്ടാകുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കാണ് മധ്യശൂലം ഉണ്ടാകുന്നത്. അന്ത്യശൂലം മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് മധ്യശൂലവും അന്ത്യശൂലവും ഉണ്ടാകുന്നുണ്ട്. അപ്പം ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതെല്ലാവർക്കും അറിയത്തില്ല. അത് വളരെ ദോഷപ്രദമാണ്. ചിത്തിര, ജ്യോതി, വിശാഖം നക്ഷത്രക്കാരും അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരും മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്കും ഈ വിഷുഫലമാണ് ദോഷഫലത്തിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ദോഷഫലങ്ങളും ദോഷപരിഹാരങ്ങളും നമുക്കിവിടെ പറയാം. ഇപ്രാവശ്യത്തെ ഒരു മേട വിഷു ഫലം വരുന്നത്, ആദിത്യൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് കടക്കുന്നു. ഈ വരുന്ന 2025 മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് കടക്കുന്നു. മെയ് മാസം 19 രാഹു കേതുക്കൾക്ക് രാശിമാറ്റം ഉണ്ടാകുന്നു. കേതു ചിങ്ങൻ രാശിയിലേക്കും രാഹു കുംഭം രാശിയിലേക്കും വരുന്നു. അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ മാസം 13 ശേഷം ഒരു മാസം പിന്നിടുമ്പോൾ 2 രാശിമാറ്റങ്ങളും കൂടി സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ചിത്തിര, ചോതി, വിശാഖം, ആദിശൂലം സംഭവിക്കുന്ന തുലാക്കൂറുകാർക്ക് എന്തൊക്കെയാണ് അനുകൂല ഫലങ്ങൾ, എന്തൊക്കെയാണ് പ്രതികൂല ഫലങ്ങൾ എന്നാണ് പറയുന്നത്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രം വരുന്ന തുലാക്കൂറുകാർക്ക് ആദിശൂലം സംഭവിക്കുന്നതിനുണ്ട ദോഷ
പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും അവർക്കുള്ള അനുകൂല ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ട്, തുലാം രാശിക്കാർക്ക് ഭാഗ്യവർഷമായിട്ട് വേണം ആദ്യമായിട്ട് നമ്മളിതിനെ പറയാനായിട്ട്. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കം കുറച്ച് ദോഷമായിരിക്കും. മേടമാസം തുടക്കത്തോടു കൂടി കുറച്ച് ദോഷഫലങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും, കാരണം 12ാം ഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതിയുണ്ട്, 6ാം ഭാവത്തിൽ ശനിയുടെ സ്ഥിതിയുണ്ട്, വ്യാഴം നിലവിൽ അഷ്ടമത്തിലാണ് എന്ന് 13/4/2025 കൃത്യം ഒരു മാസവും 12 ദിവസം കൂടെ കഴിയുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വരുവാണ്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു നേരെ ചിങ്ങം രാശിയിലേക്കും മാറുകയാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ തുടക്കം പറയുന്നത് തുലാം രാശിക്കാർക്ക് ഭാഗ്യവർഷം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും സൂര്യൻ്റെ ഒരു മാസത്തെ ദൃഷ്ടി ഇങ്ങോട്ട് വരികയും സൂര്യൻ ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് 11ാം ഭാവാധിപൻ്റെ ദൃഷ്ടി തുലാം രാശിയിലേക്ക് വരുമ്പോൾ അവർക്കുള്ള ഫലങ്ങളാണ് നമ്മളിന്ന് ആദ്യമായിട്ട് പറയുന്നത്. സമ്പത്ത് വർദ്ധിക്കുക, കുട്ടികളുള്ളവർക്ക് ഒരു ആനുകൂല്യങ്ങൾ, അവർക്കുണ്ടാകുന്ന ഫലങ്ങളെ കൊണ്ടുള്ള സന്തോഷം, അവർക്ക് കാര്യതടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക, അവർക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവുക, അതുപോലെ തന്നെ തൊഴിലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് വരിക, വിദേശയാത്രയ്ക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന അവരുടെ സന്താനങ്ങൾക്ക് ഒരു ഗുണഫലങ്ങളുണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, വ്യാഴം 9ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് പുണ്യതീർത്ഥ ദർശനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ട് വേണം ഈ വർഷത്തെ നമുക്ക് കണക്കൂട്ടാനായിട്ട്. അപ്പം ആദ്യ ഫലം പറയുന്നത്, ചിത്തിര, അര, ചോതി, വിശാഖത്തിൽ മുക്കാൽ വരുന്ന തുലാക്കൂറുകാർക്ക് ഭാഗ്യവർഷവും ഭാഗ്യം കൊണ്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ ധനതടസ്സങ്ങളുള്ളത് മാറിക്കിട്ടുമെന്നും, കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള ഒരു മേട വിഷു ഫലം കാണിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു രാശിഫലം എന്ന് പറയുന്നത് നേരെ മേടം രാശിയിലേക്കാണ് വരുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, മേടത്തിലേക്കാണ് സൂര്യൻ്റെ ഒരു വരവ്. ഇപ്പം മീനൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ മേടം രാശിയിലേക്ക് വരുമ്പോൾ മേടം രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഒരു വളരെ അധികം അനുകൂല്യമായിട്ടുള്ള ഫലങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേടക്കൂറുകാരായിട്ടുള്ള അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് 5ാം ഭാവാധിപനാണ് ആര്? സൂര്യൻ. അപ്പോൾ 5ാം ഭാവത്തിലുള്ള സൂര്യൻ ഇങ്ങനെ കറങ്ങി വർഷത്തിലൊരിക്കലേ 30 ദിവസം മേടം രാശിയിലുണ്ടാകത്തുള്ളൂ. 5ാം ഭാവാധിപനാണെന്ന് ഓർക്കാം. 5ാം ഭാവം മനസ്സ്, അതുപോലെ തന്നെ സന്താനം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് തീർത്ഥാടനം, തീർത്ഥയാത്രകൾ, പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു ഭാഗ്യ സമയങ്ങളൊക്കെയാണെന്നും, അതുപോലെ തന്നെ ധനപുരോഗതിയും ഐശ്വര്യവും ഭാഗ്യവും എല്ലാം ഒരുപോലെ വരും എന്നുള്ളതാണ് ഈ വരുന്ന മേടവിഷു ഫലം മേടക്കൂറുകാർക്ക് പറയുന്നത്. അവരുടെ ദോഷഫലങ്ങളെന്ന് പറയുന്നത്, ശനി 12ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെന്നും, അതുപോലെ തന്നെ കേതു ആ സമയത്ത് 6ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും, തുടക്കത്തിൽ നേരത്തെ തുലാം രാശിക്കാർക്ക്, കാരണം ഇവർ രണ്ടുപേരും പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന ഒരു രാശിയാണ്. തുലാത്തിൻ്റെ 7ാം ഭാവമാണ് മേടം, മേടത്തിൻ്റെ 7ാം ഭാവമാണ് തുലാം രാശി. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ പൊതുവായിട്ടുള്ള ഫലങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ വരികയും, ദോഷഫലങ്ങളായിട്ട് വരുന്നത്, കാരണം ശനി 12ാം ഭാവത്തിൽ, രാഹു 12ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അമിതമായിട്ടുള്ള ചിലവുകൾ, പാഴ്ചെലവുകൾ വർദ്ധിക്കുക, അതുപോലെ തന്നെ രോഗാരിഷ്ടതകൾ ഉണ്ടാവുക, ബന്ധുജന വിയോഗങ്ങൾ ഉണ്ടാകുക, അതുപോലെ തന്നെ ധനനഷ്ടം ഉണ്ടാവുക, മനക്ലേശം ഉണ്ടാവുക, സ്വസ്ഥതക്കുറവ് ഉണ്ടാവുക, പാഴ്ചെലവ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ദുരിതവും കൂടി പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മേടൻ രാശിക്കാരുടെ ഫലവും തുലാം രാശിക്കാരുടെ ഫലവും പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞു. തുലാം രാശിക്കാർക്ക് ദോഷപരിഹാരമായിട്ട് ആദിശൂലം വരുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാരമായിട്ട് ഇവരുടെ നക്ഷത്രപ്രകാരം തുലാം രാശിയുടെ അധിപൻ ശുക്രനായതിനാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീസൂക്ത മന്ത്രാർച്ചന, അതുപോലെ തുളസിമാല, നെയ്വിളക്ക് ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക, അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ തുലാക്കൂറുകാരുടെയും മേടക്കൂറുകാരുടെയും പൊതുവായിട്ടുള്ള ഫലങ്ങളും അവരുടെ ദോഷപരിഹാരങ്ങളും പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മീനക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ,
മീനത്തിൽ നിൽക്കുന്ന ആദിത്യൻ്റെ രാശിമാറ്റം കൊണ്ടാണ് മേടവിഷു ഫലം പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ 1200 മീനം 30 13/4/2025 മുതൽ ഈ വരുന്ന മീനക്കൂറുകാർക്ക് പൂരുരുട്ടാതികാല് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തുടക്കത്തിൽ കുറച്ച് ദോഷങ്ങൾ കാര്യമായിട്ട് കാണുന്നുണ്ട്. രോഗാരിഷ്ടതകൾ, ധനനഷ്ടം, മനക്ലേശം, അതുപോലെ പാഴ്ചെലവുകൾ, അതുപോലെ തന്നെ യാത്രാ ദുരിതങ്ങൾ, സ്ഥലം മാറ്റം പോലുള്ള ദുരിതങ്ങളൊക്കെ വരുന്ന ഒരു സമയമായിട്ടാണ് ആദ്യത്തെ ഒരു ഭാവം പറയുന്നത്. 42 ദിവസത്തിന് ശേഷം വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് 4-ാം ഭാവം പൂരുരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രം മീനക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വരുന്നുണ്ടെന്നും 19-ാം തീയതി കേതു 6-ാം ഭാവത്തിലേക്ക് മാറുന്നതായിട്ടും ജന്മത്തിൽ നിൽക്കുന്ന രാഹു നേരെ 12-ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് മീനക്കൂറുകാർക്ക് ആദ്യത്തെ ഫലം കുറച്ച് ദോഷമാണെങ്കിലും പുറകെ തന്നെ ഒരു മനസ്സമാധാനം കൈവരുന്ന വാർത്തകൾ കേൾക്കേണ്ടതായിട്ട് വരുമെന്നും സന്തോഷമുണ്ടാകുമെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ഥലം മാറിയൊക്കെ പോയിട്ടുള്ളവർക്ക് തിരിച്ച് വീണ്ടും അവർക്ക് അനുകൂലമായ സ്ഥലത്തേക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നും വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കോ ഒക്കെ വീടൊക്കെ വിറ്റ് പോകണം, വസ്തുക്കളൊക്കെ വിൽക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണെന്നും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം നല്ല സമയമാണെന്നും വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണെന്നും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിരിക്കുന്നവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്നും അല്ലെങ്കിൽ പുതുതായിട്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമെന്നും എന്നൊക്കെയാണ് മീനക്കൂറുകാരുടെ ഫലം പറയുന്നത്. കാരണം കണ്ടകശിനി ഉണ്ടെങ്കിലും കണ്ടകശിനിയുടെ ഫലം പറഞ്ഞിട്ടുണ്ട് നേരത്തെ. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ ഭാവം കൊണ്ട് വലിയ ദോഷങ്ങൾ പറയാനൊക്കുന്നില്ലെങ്കിൽ കൂടാതെ വ്യാഴത്തിൻ്റെ 4-ാം ഭാവത്തിലേക്കുള്ള മാറ്റം അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങളുണ്ടാവും. കാരണം 28 ദിവസം ചന്ദ്രൻ്റെ സഞ്ചാരങ്ങൾ കൊണ്ട് ഗജകേസരി യോഗം വന്നും പോയിക്കൊണ്ടേയിരിക്കും. ഓരോ മാസങ്ങളിലും അത് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫലം കൊണ്ട് ധനയോഗം, ഐശ്വര്യം ഇതൊക്കെ വർദ്ധിക്കും എന്നാണ് പൂരുരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് പറയുന്നത്. ആദ്യ ഫലത്തിലെ ദോഷഫലങ്ങൾ ആദ്യം പറയാം. മീനൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് കണ്ടകശിനി ദോഷത്തിന് പരിഹാരമായിട്ട് നീരാഞ്ജന വിളക്ക് കത്തിക്കുക. ശനിയുടെ സ്തോത്രമായിട്ടുള്ള ഓം നീരാഞ്ജന സമാഭാസം രവിപുത്രം ഹിമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനേശ്വരം എന്ന് പറയുന്ന ശനിയുടെ സ്തോത്രം സ്ഥിരമായിട്ട് ജപിക്കുക. നാഗപ്രീതി വരുത്തുക. നാഗപ്രീതി വരുത്തുന്നതിന് ഒന്നുകിൽ 100 പാലും വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി പോലുള്ള വഴിപാടുകൾ ചെയ്യുക. 4-ാം ഭാവത്തിൽ വ്യാഴം അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണു ക്ഷേത്രങ്ങളിൽ അർച്ചന ചെയ്യുക, ക്ഷേത്ര ദർശനം നടത്തുക, ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുക, തുളസിമാല ചെയ്യുക. 7-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ ഗണപതി ഹോമം ചെയ്യുക, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. ഈ വരുന്ന 2025 മെയ് 14 അനുകൂലമായിട്ടുള്ള സമയം കൂടി വിഷുഫലത്തിൽ മീനക്കൂറുകാർക്ക് പറയുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം പൊതുവിൽ 1, 2, 3 ഭാവങ്ങളുടെ 3 രാശിക്കാരുടെ ഫലം പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ വരുന്നത് ഇടവക്കൂറിലേക്കാണ് വരുന്നത്. ഇടവക്കൂറുകാർക്ക് പല വിധത്തിലുള്ള ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ഈ വർഷത്തെ വിഷുഫലം പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മത്തിൽ നിലവിൽ വ്യാഴം നിൽപ്പുണ്ട്. ഇടവക്കൂറിലുള്ള നക്ഷത്രങ്ങൾ എന്ന് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്ന ഇതാണ് ഇടവക്കൂറ്, ഇടവം. ഇപ്പോൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര ഇടവക്കൂറുകാർക്ക് ധനയോഗം പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ദീർഘകാലമായിട്ട് എന്തെങ്കിലും കേസ് വഴക്കുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു പരിഹാരമാകുമെന്നും അതിർത്തി തർക്കങ്ങൾ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടൊഴിഞ്ഞ് മാറുമെന്നും അതുപോലെ തന്നെ കിട്ടാതെ കിടക്കുന്ന സാമ്പത്തികം തടസ്സം വിട്ടൊഴിഞ്ഞ് മാറി കിട്ടുമെന്നും അതുപോലെ തന്നെ സർക്കാർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുമെന്നും അതുപോലെ തന്നെ അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ മംഗല്യം, ഇഷ്ടമംഗല്യ യോഗം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ കുട്ടികൾക്ക് പരീക്ഷയിൽ അതിശക്തമായിട്ടുള്ള വിജയങ്ങളുണ്ടാകുമെന്നും സ്വദേശം വിട്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് പറയുന്നത്. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര ഇടവക്കൂറുകാരുടെ ഫലമാണ് പറഞ്ഞത്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇനി അതിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത്. വ്യാഴം ജന്മത്തിൽ നിലവിലുണ്ട്, അത് 2-ാം ഭാവത്തിലേക്ക് വരുന്നു, ധനസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഇടവക്കൂറുകാർക്ക് പൊതുവിൽ ഒരു അനുകൂലമായിട്ടുള്ള ഫലമുണ്ട്. കാരണം കണ്ടകശിനി മാറി നിൽക്കുന്നു. വ്യാഴം ജന്മത്തിൽ നിന്നും മാറുന്നെങ്കിലും 2-ാം ഭാവത്തിലേക്കാണ്, ധനസ്ഥാനത്തേക്കാണ് മാറുന്നത്. അപ്പോൾ പൊതുവിൽ ഒരു അനുകൂലമായിട്ടുള്ള ഭാവമാണ് അവിടെ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് മിഥുനക്കൂറുകാരുടെ ഗുണമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. മഹാഭാഗ്യവും അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യവും സർവ്വഭാഗ്യങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് വരാൻ പോകുന്ന ഒരു കൂറുകാരാണ് മിഥുനക്കൂറുകാരെന്ന് പറയുന്നത്.
മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലും നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതിൻ്റെ കാരണം പറഞ്ഞു തരാം. കണ്ടകശിനി ദോഷം നിലവിലുണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ജന്മത്തിലേക്കുള്ള മാറ്റം വളരെയധികം ഉത്തമമാണ്. സർവേശ്വരകാരകനായ വ്യാഴം ഇടവൻ രാശിയിലേക്ക് വരുന്നതോടുകൂടിയും കേതുവിൻ്റെ 4-ാം ഭാവത്തിലുള്ള മാറ്റം 3-ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടിയും കണ്ടകശിനി ഉണ്ടെങ്കിൽ പോലും, നിലവിൽ കണ്ടകശിനി ഉണ്ടെങ്കിൽ പോലും മഹാഭാഗ്യം വരാൻ പോകുന്നു. അതിൻ്റെ ഫലങ്ങൾ പറഞ്ഞുതരാം. മിഥുനക്കൂറുകാർക്ക് വിവാഹ സംബന്ധമായിട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്ന മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാല് വരുന്ന മിഥുനക്കൂറുകാർക്ക്, സ്ത്രീ പുരുഷന്മാർക്ക് മംഗല്യം നടക്കും. കൂട്ടു ബിസിനസ്സിൽ നിന്നും ലാഭം ഉണ്ടാകും, ബിസിനസ് വിജയം ഉണ്ടാകും, അതുപോലെ തന്നെ യാത്രാഗുണം ഉണ്ടാകും. തൊഴിൽപരമായിട്ടും പഠന സംബന്ധമായിട്ടൊക്കെ വിദേശത്ത് പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള അനുകൂലമായ സമയം ഉണ്ടാകും. പണയം വെച്ചിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരികെ എടുക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങുന്നതിനും വീട് വിൽപ്പന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വീട് വാങ്ങുന്നതിനൊക്കെ അനുകൂലമായിട്ടും ഉപരിപഠനത്തിനും വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഏറ്റവും അനുകൂലമായ സമയമാണെന്നും ആരോഗ്യം മെച്ചപ്പെടുമെന്നും ദാമ്പത്യ ജീവിത ബന്ധം വളരെയധികം ഉത്തമമായിട്ട് പോകുമെന്നും കലഹത്തിൽ നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അതായത് ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരു ഗുണഫലമായിട്ടുണ്ടാകുമെന്നും പ്രേമിച്ച് നിൽക്കുന്നവർക്ക് മംഗല്യത്തിനും അതുപോലെ തന്നെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുമൊക്കെ ഒരു അനുകൂല സമയമായിട്ടാണ് പറയുന്നത്. ധനലാഭം ഉണ്ടാകുമെന്നും ക്ഷേത്ര ദർശനത്തിനും പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോകാനുമൊക്കെ പറ്റുന്ന ഒരു സമയമാണെന്ന് പറയുന്നുണ്ട്. മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാല് വരുന്ന മിഥുനക്കൂറുകാർക്ക് അവർക്ക് നിലവിൽ കണ്ടകശിനി ഉണ്ടെങ്കിലും രാഹുവിൻ്റെ മാറ്റം വരുന്നുണ്ട്. കർമ്മഭാവത്തിൽ നിന്നും നിൽക്കുന്ന രാഹു നേരെ 9-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. എങ്കിലും തൊഴിൽപരമായിട്ടുള്ള മെച്ചം പറയുന്നുണ്ട്. കണ്ടകശിനിയുണ്ട്. പരിഹാരമായിട്ട് ദോഷങ്ങളുണ്ടായിട്ടുള്ളത് ശനി. അപ്പോൾ കർമ്മത്തിൽ നിൽക്കുന്ന ശനിക്ക് നേരത്തെ പറഞ്ഞു ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം നടത്തുക, വെറ്റില മാല വയസ്സ് കണക്കാക്കി ചാർത്തുക. അതായത് 30 വയസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ 31 എണ്ണത്തിൻ്റെ വെറ്റ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. 31 വെറ്റയുടെ ഒരു മാല ശനിയാഴ്ച ദിവസങ്ങളിൽ ചാർത്തി വെണ്ണ നിവേദിച്ച് കുങ്കുമാർച്ചന നടത്തി കഴിഞ്ഞാൽ കർമ്മത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷം വിട്ടൊഴിഞ്ഞു മാറും. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷം മാറാനായിട്ട് നാഗപ്രീതിക്കുള്ള വഴിപാട് ചെയ്യുക, നൂറും പാലും വഴിപാടുകൾ ചെയ്യുക, മഞ്ഞൾപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരിയുള്ള വഴിപാടുകൾ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഭാഗ്യസ്ഥാനം അനുകൂലമായിട്ട് വരും. അടുത്തതായിട്ട് കർക്കിടക കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. പുണർദത്തിൽ കാലും പൂയോ ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് കുറച്ച് ദോഷങ്ങൾ ആദ്യം അനുഭവം ഗുണമായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇച്ചിരി ദോഷഫലങ്ങളാണ് കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യത്തിലെ ഗുണഫലങ്ങൾ ആദ്യമായിട്ട് പറയാം. ഈ വ്യാഴം 11-ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. കർമ്മത്തിലേക്കാണ്. ഇപ്പം മേടവിഷുവിൽ ആദ്യത്തിൻ്റെ രാശിമാറ്റം വരുന്നുണ്ട്. അപ്പം തീർത്ഥയാത്രകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണെന്നും അതുപോലെ തന്നെ പലതവണ പരിശ്രമിച്ചിട്ട് നടക്കാത്ത പരീക്ഷാ വിജയങ്ങളുണ്ടാവുക, വിദേശയാത്രാപരമായിട്ടുള്ള ഗുണങ്ങളുണ്ടാവുക, അതുപോലെ തന്നെ ഭാഗ്യദോഷം വിട്ടൊഴിഞ്ഞു മാറുക, കാര്യതടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുക, അതുപോലെയുള്ള പുണ്യ തീർത്ഥങ്ങൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഗുണഫലങ്ങൾ ആദ്യ ഒരു ഭാവത്തിൽ കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം, രാഹുകേതുക്കളുടെ രാശിമാറ്റം കൊണ്ട് നേർവിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് പിന്നെ വരാൻ പോകുന്നത്. ധനനഷ്ടം, അലച്ചിൽ, പാഴ്ചെലവുകൾ, അതുപോലെ തന്നെ ദുരിതങ്ങൾ എല്ലാം വരാൻ പോകുന്ന ഒരു ദോഷ സമയമായിട്ടാണ് നമുക്ക് കർക്കിടകക്കൂറിൻ്റെ ഫലം പറയുന്നത്. അപ്പോൾ ഗുണഫലങ്ങളുടെ കാര്യം പറഞ്ഞു. ദോഷഫലങ്ങൾക്ക് പ്രതിവിധിയായിട്ട് ഇപ്പം വ്യാഴം 12-ലാണ് നിൽക്കുന്നത്. ഭാഗ്യാധിപനാണ്. ഭാഗ്യം വരുത്തണം. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തി ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തി കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനത്ത് 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞു മാറും. ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതു, ധനസ്ഥാനത്തേക്ക് വരുന്ന കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞു മാറുന്നതിന് ഗണപതി ഹോമം നടത്തുക, നാളികേരം ഉടയ്ക്കുക, കറുകമാല ചാർത്തുക, ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ കർക്കിടകക്കൂറുകാർക്കുള്ള ദോഷം വിട്ടൊഴിഞ്ഞു മാറുകയും അനുകൂല ഫലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഉള്ള ഒരു ഫലമാണ് പറയാൻ പോകുന്നത്. 11ലേക്ക് വ്യാഴത്തിൻ്റെ രാശി മാറുന്നുണ്ട്. അഷ്ടമശനിയുണ്ട്. കേതു ലഗ്നത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം മകവും പൂരവും ഉത്തരത്തിൽ കാല് നക്ഷത്രക്കാരായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇച്ചിരി ദോഷഫലം കൂടുതലായിട്ട് പറയേണ്ടതായിട്ട് വരും. കേതു ലഗ്നത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ശത്രുപരമായിട്ടുള്ള ദോഷങ്ങൾ, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ, അതുപോലെ തന്നെ
അഷ്ടമശനി കാരണമുള്ള ധനനഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണെന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും വ്യാഴം 11ാം ഭാവത്തിലേക്ക് രാശി മാറുന്ന ഒരു ഫലം ഉള്ളതുകൊണ്ട് നമുക്ക് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലം കാണുന്നുണ്ട്. അപ്പോൾ പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടുള്ള കാര്യം കാണുന്നുണ്ട്. 11ലേക്ക് വ്യാഴം മാറുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കേതുവിൻ്റെ സ്ഥിതി ഇച്ചിരി ദോഷമാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധിയും ഗുണവും ആദ്യം പറയാം. ഗുണം ആദ്യമായിട്ട് കാണിക്കുന്നത് ധനപരമായിട്ടുള്ള 11ൽ ലാഭസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ രാശി മാറുന്നുകൊണ്ട് ഐശ്വര്യം ഉണ്ടാവുകയും കാര്യതടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുകയും തൊഴിൽ പുരോഗതി ഉണ്ടാവുകയും ദാമ്പത്യ ദുരിതങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുകയും സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാവുകയും ചെയ്യും. കേതുവിൻ്റെ ലഗ്നത്തിലേക്കുള്ള, അതായത് ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രവേശം കാരണം നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളെ വിട്ടൊഴിഞ്ഞു മാറുന്നതിന് 2025 മെയ് 19 കേതു ചിങ്ങൻ രാശിയിലേക്കുള്ള രാശിപ്രവേശം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെ പരിഹരിക്കുന്നതിനായിട്ട് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, കറുകമാല ചാർത്തുക, അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്യുക, നാഗപ്രീതി വരുത്തുന്നതിനുള്ള വഴിപാടും ചെയ്യുക എന്നുള്ളതാണ് ചിങ്ങക്കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. മകം, പൂരം, ഉത്തരത്തിൽ കാല്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഫലം കന്നിക്കൂറുകാരുടെ ഫലമാണ്. കന്നിക്കൂറുകാർക്കും ഒരു നല്ല ഭാഗ്യസമയമായിട്ടാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം ആദ്യ ഫലം കുറച്ച് ദോഷം കാണിക്കുന്നുണ്ട്. കാരണം കേതുവിൻ്റെ സ്ഥിതി കന്നിക്കൂറിലേക്കാണ്. അപ്പം കന്നിക്കൂറിൽ നിന്നും ചിങ്ങക്കൂറിലേക്ക് ആര് മാറുന്നുണ്ട്? കേതു മാറുന്നുണ്ട്. ശനി 7ാം ഭാവത്തിലുണ്ട്. അപ്പം നിലവിൽ കണ്ടകശനിയുണ്ട്. കേതുവിൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. വ്യാഴം കർമ്മഭാവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് പ്രധാനമായിട്ട് ഉള്ള ഗുണഫലങ്ങൾ നമുക്ക് പറയാം. അവർക്ക് ധനം കൈവരുകയും കുടുംബധനം കിട്ടാനുള്ളത് കിട്ടുകയും ജോലിക്ക് മാറ്റം ഉണ്ടാകുകയും അതുപോലെ തന്നെ ശ്രമിക്കുന്ന എല്ലാവിധത്തിലുള്ള കാര്യങ്ങൾക്കും കാര്യതടസ്സങ്ങൾക്കൊക്കെ വിട്ടൊഴിഞ്ഞു മാറുകയും ചെയ്യുമെന്ന് ജാതകപരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ശനിയുടെ 7ാം ഭാവത്തിലെ സ്ഥിതി കണ്ടകശനി ഉള്ളതിനാൽ പലവിധത്തിലുള്ള ആപത്തുകൾ, ദാമ്പത്യ ദുരിതങ്ങൾ, മനക്ലേശങ്ങൾ, സ്വസ്ഥതക്കുറവ് ഇതുപോലുള്ള ദുരിതങ്ങളും പറയുന്നുണ്ട്. കർമ്മത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളതിനാൽ നമുക്ക് പലവിധത്തിലുള്ള കർമ്മ പുരോഗതി, തൊഴിൽ പുരോഗതി, ഐശ്വര്യമൊക്കെ ഉണ്ടാകുമെങ്കിലും 12ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതി കാരണം നമുക്ക് പലവിധത്തിലുള്ള ധനനഷ്ടയോഗവും പറയുന്നുണ്ട്. അപ്പം നഷ്ടങ്ങളുടെ ഒരു ഭാവം പറയുന്നുണ്ട്. വ്യാഴം കർമ്മഭാവത്തിലേക്ക് വരുന്നുണ്ട്. ശനി 7ാം ഭാവത്തിലുണ്ട്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു നേരെ 6ാം ഭാവത്തിലേക്ക് മാറുന്നുമുണ്ട്. അപ്പം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം വരുന്നുണ്ട്. വ്യാഴം കർമ്മത്തിലേക്ക് വരുന്നത് ഒരു വലിയ പ്ലസ് പോയിൻ്റായിട്ട് കണക്കൂട്ടണം. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും. ഇത്രയും നക്ഷത്രക്കാരുടെ ദോഷഫലങ്ങളായിട്ട് നമ്മൾ ചെയ്യേണ്ട വഴിപാട് നീരാഞ്ജന വിളക്ക് കത്തിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തി ശംഖുപുഷ്പം കൊണ്ട് വെള്ളപ്പൂക്കൾ കൊണ്ട് മാല ചാർത്തുക, എള്ളുപായസം നിവേദ്യം നടത്തുക, 12 നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം വിട്ടൊഴിഞ്ഞു മാറാൻ ഗണപതി ഹോമം ചെയ്യുക, കർമ്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂലഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന, തുളസിമാല, ശ്രീസൂക്ത മന്ത്രാർച്ചന, അതുപോലെ സഹസ്രനാമ അർച്ചനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. അപ്പം പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കന്നിക്കൂറുകാർക്കും ഫലം പറയുന്നത്. അടുത്തതായിട്ട് പ്ലസ് പോയിൻ്റായിട്ട് വരുന്നത് തുലാക്കൂറുകാർക്ക്. തുലാക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നതെങ്കിലും മേടവിഷു ഫലമാണ് പറയുന്നതെങ്കിലും വ്യാഴത്തിനെ കൊണ്ട് പറയാതിരിക്കാനും പറ്റത്തില്ല. അപ്പം തുലാക്കൂറുകാരുടെ ഫലം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തുലാക്കൂറുകാർക്ക് ഭാഗ്യവർഷമായിട്ട് വേണം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞിട്ടുള്ളത് തുലാക്കൂറിൻ്റെയും മേടക്കൂറിൻ്റെയും ഫലമാണ്. അപ്പം ഭാഗ്യവർഷമായിട്ടാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ആദ്യം കണ്ടു കഴിഞ്ഞാൽ തുലാക്കൂറിൻ്റെ ഫലവും മേടക്കൂറിൻ്റെ ഫലവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് വൃശ്ചിക കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്ന വൃശ്ചിക കൂറുകാർക്ക് കുടുംബത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്നും അപകട സാധ്യതയുണ്ടാകുമെന്നും ഒക്കെ പൊതുവിൽ ഫലം പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് പറയുന്നത്. അപ്പോൾ വിഷുഫലം 6ാം ഭാവത്തിലേക്ക്, കർമാധിപൻ 6ാം ഭാവത്തിലേക്ക് വരുന്ന ഒരു വിഷയമുണ്ടെന്നും വ്യാഴത്തിൻ്റെ രാശിമാറ്റം, കർമ്മത്തിലേക്ക് കേതുവിൻ്റെ പ്രവേശം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ട് ഈ വർഷത്തിൽ പൊതുവെ കർമ്മതടസ്സങ്ങളുണ്ടാകുമെന്നും അതുപോലെ തന്നെ ഈശ്വരാധീനം മറഞ്ഞിട്ട് പലവിധത്തിലുള്ള ആപത്തുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്നും ധനനഷ്ട യോഗം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ മനക്ലേശവും സ്വസ്ഥതക്കുറവും ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടകശനി മാറുന്നുണ്ട്. അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യ ഫലം അനുകൂലം, രണ്ടാമത്തെ ഫലം പ്രതികൂലമായിട്ട്. രണ്ടാമത്തെ ഫലം എന്ന് പറഞ്ഞാൽ 25 മെയ് 14 മുതലുള്ള ഫലം നേർ വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും വൃശ്ചിക കൂറുകാർക്ക് വരാൻ പോകുന്നത്.
അതിന് ദോഷപരിഹാരമായിട്ട് കർമ്മത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം മാറാനായിട്ട് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുക. വ്യാഴപ്രീതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വ്യാഴം ജാതകപ്രകാരം അഷ്ടമഭാവത്തിൽ, ജാതകപ്രകാരം വെച്ചാൽ കൂറുഫലപ്രകാരം അഷ്ടമഭാവത്തിലേക്ക് മാറുന്നതിന് വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക, ഭാഗ്യസൂക്ത മന്ത്രാർച്ചന ചെയ്യുക, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ വൃശ്ചികക്കൂറുകാരായിട്ടുള്ള വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം, കൂടുതലും ദോഷഫലങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. അടുത്തതായിട്ട് പ്ലസ് പോയിൻ്റ് വരുന്ന അടുത്തത് ധനുക്കൂറുകാരാണ്. മൂലം പൂരാട ഉത്രാടത്തിൽ കാലുകാർക്ക് ഒരു പ്ലസ് പോയിൻ്റ് പറയേണ്ടതായിട്ടുള്ള ഒരു വർഷമാണ്. കാര്യം 9ാം ഭാവാധിപതിയായിട്ടുള്ള ആദിത്യൻ മേടത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ കൃത്യം 5ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. വളരെ ഐശ്വര്യപ്രദമായിരിക്കും. ആദ്യ ഭാഗം ഗുണമായിട്ടുണ്ട്. കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും രാഹു 4ാം ഭാവത്തിൽ നിന്ന് മാറുന്നുണ്ട്. വ്യാഴം 7ാം ഭാവത്തിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ 7ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ വരവും രാഹുവിൻ്റെ രാശിമാറ്റവും സൂര്യൻ്റെ 5ാം ഭാവത്തിലെ ഭാഗ്യാധിപൻ്റെ 5ാം ഭാവത്തിലെ വരവും കണ്ട് നമുക്ക് ദീർഘകാലമായിട്ട് ഉണ്ടായിരിക്കുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങളും വിട്ടൊഴിഞ്ഞു മാറുകയും അതുപോലെ തന്നെ ഭാര്യ കുടുംബപരമായിട്ടുള്ള പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും ദാമ്പത്യ ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുകയും കലഹങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യുമെന്നും ആദ്യ ഫലം പറയുന്നുണ്ട്. അത് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ധനുക്കൂറുകാരുടെ ഫലമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഗുണകരമായ വർഷമാണെന്നും വിവാഹം നടക്കുമെന്നും പലവിധത്തിലുള്ള നേട്ടമുണ്ടാകുമെന്നും സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാകുമെന്നും കുടുംബ സന്തോഷം ഉണ്ടാകുമെന്നും ദീർഘദൂര യാത്രകൾ ഉണ്ടാകുമെന്നും ജോലിയിൽ മാറ്റം ഉണ്ടാകുമെന്നും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്നും ഒക്കെ പറയുന്ന ഒരു വർഷമാണ് മൂലം പൂരാട ഉത്രാടത്തിൽ കാലുകാർക്കായിട്ടുള്ള ധനുക്കൂറുകാരുടെ ഫലം. 4ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥിതി, അതുപോലെ തന്നെ 9ാം ഭാവം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിൻ്റെ സ്ഥിതിയും ദോഷമായിട്ട് കാണുന്നതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുക, ഗണപതി ഹോമം നടത്തുക, അതുപോലെ തന്നെ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക, നീരാഞ്ജന വിളക്ക് ചെയ്യുക. അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ദോഷഫലങ്ങളെ മാറ്റി ഗുണഫലങ്ങളെ നമുക്ക് അനുഭവത്തിലെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ മകരക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തര നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്നത്. അവർക്ക് നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് 1200 മീനമാസം 30-ാം തീയതി വ്യാഴത്തിൻ്റെ സ്ഥിതി 5ാം ഭാവത്തിലും സൂര്യൻ 4ാം ഭാവത്തിലും ശനി 3ാം ഭാവത്തിലും രാഹു 3ാം ഭാവത്തിലും ഭാഗ്യസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ അനുകൂല ഫലമാണ് ആദ്യ ഫലം പറയാനുള്ളത്. 5ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി കാരണം ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തര നക്ഷത്രക്കാർക്ക് ഒരു മഹാഭാഗ്യമുള്ള വർഷമാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശനിയുടെ രാശിമാറ്റം കൊണ്ട് 7.5 കണ്ടകാല ശനി ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണെന്നും അതുപോലെ തന്നെ വ്യാഴം 5ാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നതിനാൽ വളരെയധികം നല്ലതാണെന്നും കാണുന്നുണ്ട്. ഈ മകരക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിൻ്റെ രാശി മാറ്റം നേരെ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ അത് ഒരു പ്ലസ് പോയിൻ്റായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ദോഷമുണ്ടാവുകയും കേതുവിൻ്റെ 9ാം ഭാവത്തിൽ നിന്നുള്ള മാറ്റം കൊണ്ട് ഗുണമുണ്ടാവുകയും ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തര നക്ഷത്രക്കാർ. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇവരുടെ ഫലവും പറയേണ്ടതായിട്ട് വരും. മകരക്കൂറുകാർക്ക് പ്രതികൂലമായിട്ട് വരുന്നത് കേസ് വഴക്കുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രതികൂല ഭാവമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ശത്രുദോഷം, കാര്യതടസ്സം, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവത്തിൽ നിന്നും കേതുവിൻ്റെ രാശി മാറുന്നതോടുകൂടി ഭാഗ്യവർദ്ധനയായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ബുധൻ്റെ രാശിയിൽ നിന്നാണ് കേതു മാറുന്നതിനാൽ നിങ്ങളുടെ ഭാഗ്യാധിപൻ ബുധനായതിനാലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അവതാരമൂർത്തിയായിട്ടുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലോ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വാമന ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയിട്ട് വൈഷ്ണവപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയും യഥാശക്തിയായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുകയും കുടുംബക്ഷേത്രത്തിൽ രാഹു നേരെ 2ാം ഭാവത്തിലേക്ക് വരാൻ പോവുകയാണല്ലോ. അപ്പം രാഹു 2ാം ഭാവത്തിൽ ധനസ്ഥാനത്തേക്ക് വരാൻ പോകുന്നതുകൊണ്ട് കുടുംബക്ഷേത്രത്തിലുള്ള നാഗദൈവങ്ങൾക്ക് യഥാശക്തി വഴിപാടുകയും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലസിദ്ധിയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രതികൂലമായിട്ടുള്ളൊരു വർഷമാണോ എന്ന് ചോദിച്ചാൽ 50-50 ഒരു ചാൻസാണ് ഈ പറയുന്ന മകരക്കൂറുകാർക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ദോഷപരിഹാരം പറഞ്ഞിട്ടുണ്ട്. കുംഭക്കൂറുകാരുടെ ഒരു ഫലം.
ഇപ്പോൾ കുംഭക്കൂറുകാരുടെ ഫലം ശനിയുടെ രാശിമാറ്റം കൊണ്ടും പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും പറയുന്നുണ്ട്. ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന കുംഭക്കൂറുകാരെന്ന് പറഞ്ഞാൽ അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലും വരുന്ന കുംഭക്കൂറുകാർക്ക് ഒരു ഭാഗ്യവർഷമായിട്ട് വേണം അതിനെ പറയാനായിട്ട്. കാരണം 4-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറുന്നു. നിലവിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു കേതു മാറുന്നതുകൊണ്ട് ദോഷഫലവും ഉണ്ട്. വ്യാഴം 5-ാം ഭാവത്തിലേക്ക് വരുന്നതിൻ്റെ ഗുണഫലവും ഉണ്ട്. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5-ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം നേരെ ഇങ്ങോട്ട് ദൃഷ്ടി വരും കുംഭൻ രാശിയിലേക്ക്. അപ്പം മിഥുനത്തിൽ നിൽക്കുന്ന അതേ ഗുണം തന്നെ കുംഭൻ രാശിക്കാർക്കും ഉണ്ടാവും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കുംഭൻ രാശിയിലേക്ക് ഉള്ളതുകൊണ്ട് രാഹുകേതുക്കളുടെ ദോഷം, ആ ദോഷം പൂർണ്ണമായിട്ടും വേണമെങ്കിൽ ഇല്ലാതാകും എന്ന് വേണം പറയാം. കാരണം ഈ കുംഭക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് രാഹു ഇങ്ങോട്ട് മാറുന്നത് 25 മെയ് മാസം 19-ാം തീയതി രാഹു കുംഭത്തിലേക്ക് മാറുകയും കേതുവിൻ്റെ ദൃഷ്ടി വരുന്നതും വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉണ്ടാകുന്നതോടുകൂടി കുംഭക്കൂറുകാർക്ക് വളരെയധികം നല്ല സമയമാണെന്നും വൈഷ്ണവപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ധനപുരോഗതി ഉണ്ടാകുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നും പലവിധത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുമെന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നും സ്ഥാനക്കയറ്റം, സന്താന ഗുണം, ദൈവാധീനം കൊണ്ട് അനുകൂലമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാകുമെന്നും പങ്കാളിയുമായിട്ടുള്ള ഭിന്നതകളൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുമെന്നും ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 5-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നതുകൊണ്ട് നമുക്ക് വ്യാഴപ്രീതി വരുത്തുക. വൈഷ്ണവപരമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ വൈഷ്ണവ പ്രീതികരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറും. രാഹു ജന്മത്തിലേക്ക് വരുന്നതുകൊണ്ട് നാഗപ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. 7-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ ഭാര്യയുടെ പേരിൽ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക, കറുകമാല ചാർത്തുക, മോദക നിവേദ്യം നടത്തുക, ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക, നാളികേര ഉടക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഗണപതിക്ക് അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ദാമ്പത്യ ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുകയും സാമ്പത്തിക നേട്ടങ്ങൾ വരികയൊക്കെ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് വിശദമായിട്ടൊന്നുകൂടി രാശിഫലങ്ങൾ പറയാം. അപ്പം മേടൻ രാശിക്ക് ചിലവ് വർദ്ധിക്കുമെന്നും സ്ഥലം മാറ്റം ഉണ്ടാകുമെന്നും ചിലവ് കൂടുമെന്നും ആരോഗ്യനില മെച്ചപ്പെടുമെന്നും ശത്രുക്കളുടെ ഉപദ്രവം കുറയുമെന്നും വിദേശയാത്ര ഗുണം ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു ഭാവം ഉണ്ടാകുമെന്നും ഒക്കെ കാണുന്നുണ്ട്. ഇടവക്കൂറുകാർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ധനവർദ്ധനം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസുകൾക്ക് പരിഹാരമാകുമെന്നും അതുപോലെ തന്നെ ദാമ്പത്യ ഗുണം ഉണ്ടാകുമെന്നും സ്ഥലം മാറ്റം ഇഷ്ടസ്ഥലം ഉണ്ടാകുമെന്നും പരീക്ഷാ ഗുണം ഉണ്ടാകുമെന്നും ഇൻ്റർവ്യൂവിൽ വിജയം ഉണ്ടാകുമെന്നുമാണ് പറയുന്നത്. അടുത്തതായിട്ട് മിഥുനക്കൂറുകാരുടെ ഫലം വിവാഹ സംബന്ധമായിട്ടുള്ള അനുകൂലമുണ്ടാവും, ബിസിനസ് വിജയം ഉണ്ടാകുക, ചിലവ് നിയന്ത്രണം ഉണ്ടാകുമെന്നും വിദേശത്ത് തൊഴിൽ, പഠനം എന്നിവയ്ക്ക് പോകുന്നവർക്ക് ഗുണം ഉണ്ടാകുമെന്നും ദാമ്പത്യ ഗുണം ഉണ്ടാകുമെന്നും ആരോഗ്യ ഗുണമായിട്ടുള്ള ഗുണം ഉണ്ടാകുമെന്നും ധനലാഭം ഉണ്ടാകുമെന്നും ദൈവാധീനം അനുഗ്രഹമൊക്കെ ഉണ്ടാകുമെന്നും മിഥുനക്കൂറുകാർക്ക് ഈ വർഷത്തെ ഫലം പറയുന്നുണ്ട്. കർക്കിടകക്കൂറുകാർക്ക് തീർത്ഥയാത്ര, പുണ്യസ്ഥല ദർശനം, പലതവണ ശ്രമിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും നടന്നു വരുമെന്നും ഭാഗ്യദോഷം വിട്ടൊഴിഞ്ഞു മാറുമെന്നും കാര്യതടസ്സങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുമെന്നും വിദേശയാത്ര ഗുണം ഉണ്ടാകുമെന്നും കർക്കിടകക്കൂറുകാർക്ക് അനുകൂല ഫലം പറയുന്നുണ്ട്. അടുത്തതായിട്ട് ചിങ്ങം കൂറുകാർക്ക് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുക, ധനപുരോഗതി ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, കാര്യലാഭം ഉണ്ടാവുക, തൊഴിൽ പുരോഗതി ഉണ്ടാവുക, ദാമ്പത്യ ഗുണം ഉണ്ടാവുക, സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാവുക എന്നുള്ളതാണ് അനുകൂല ഫലമായിട്ട് ചിങ്ങക്കൂറുകാർക്ക് പറയുന്നത്. അടുത്തതായിട്ട് കന്നിക്കൂറുകാർക്ക് ധനം കൈവരിക, കിട്ടാതെ കിടക്കുന്ന ധനം കിട്ടുക, ജോലിക്ക് മാറ്റം ശ്രമിച്ചാൽ അത് നടക്കുക, അതുപോലെ തന്നെ അപകട സാധ്യത പറയുന്നുണ്ട്, ദോഷമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ധനനഷ്ട യോഗവും പറയുന്നുണ്ട്. അത് രണ്ടും പരിഹരിക്കുന്നതിനുള്ള വഴിപാടുകളും പറഞ്ഞിട്ടുണ്ട്. തുലാം രാശിക്ക് ഭാഗ്യ വർഷമാണെന്നും പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് ഗുണമുണ്ടാകും, കുട്ടികൾക്ക് നേട്ടമുണ്ടാകും, അഭിമാനിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടാകും, പുണ്യസ്ഥലങ്ങളിൽ ദർശനം നടത്താനുള്ള ഗുണമുണ്ടാകും, സാമ്പത്തിക ബാധ്യത വിട്ടൊഴിഞ്ഞു മാറും, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും, ഭാഗ്യം വർദ്ധിക്കും. അടുത്തതായിട്ട് തുലാം വൃശ്ചികക്കൂറുകാർക്ക് കുടുംബത്തെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും അപകട സാധ്യത ദോഷമായിട്ട് അപകട സാധ്യത ഉണ്ടാകുമെന്നും വിദേശയാത്ര ഗുണം അനുകൂലമായിട്ട് വരുമെന്നും സാമ്പത്തിക പ്രയാസം വിട്ടൊഴിഞ്ഞു മാറുമെന്നും അതുപോലെ തന്നെ പലവിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള വഴികൾ തെളിഞ്ഞു വരാനുള്ളതുമായിട്ടുള്ള അനുകൂല ഭാവവും പറയുന്നുണ്ട്. അടുത്തതായിട്ട് ധനുക്കൂറുകാരുടെ ഫലം പറയുന്നത് ഗുണകരമായിട്ടുള്ള വർഷമാണ്. വിവാഹം നടക്കും, പലവിധത്തിലുള്ള നേട്ടം ഉണ്ടാകും, സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാകും, കുടുംബസന്തോഷം ഉണ്ടാകും, ദീർഘദൂര യാത്രയുണ്ടാകും, ജോലിയിൽ മാറ്റം ഉണ്ടാകും, സാമ്പത്തിക ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു മാറും, അങ്ങനെയുള്ള ഭാര്യാഗുണങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ഗുണഫലങ്ങൾ പറയുന്നുണ്ട്. അടുത്തതായിട്ട് മകരക്കൂറുകാർക്ക് കേസ് വഴക്കുകൾ പ്രതികൂലമായിട്ട്
വന്നുകൊണ്ടിരുന്നത് അനുകൂലമായിട്ട് വരുമെന്നും ശത്രുക്കളുടെ ഉപദ്രവം വിട്ടൊഴിഞ്ഞു മാറുമെന്നും കാര്യതടസ്സം വിട്ടൊഴിഞ്ഞു മാറുമെന്നും ജോലി കിട്ടുമെന്നും രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണമുണ്ടാവുമെന്നും ബന്ധുക്കളുടെ ഉപദ്രവം ഉണ്ടാകുന്നവർക്ക് ഇച്ചിരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ മകരം രാശിക്കാർക്കും പറയുന്നുണ്ട്. അടുത്തതായിട്ട് കുംഭക്കൂറുകാർക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹാരം, സാമ്പത്തിക നേട്ടം, അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം, സന്താന ഗുണം, ദൈവാധീനം കൊണ്ട് അനുകൂലമായിട്ടുള്ള ഗുണം, അതുപോലെ തന്നെ പങ്കാളിയായിട്ടുള്ള ഭിന്നതകൾ പറഞ്ഞു തീർക്കുമെന്നും ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. മീനക്കൂറുകാർക്ക് വീട് വിൽക്കുക, വീട് വാങ്ങുക, സ്വർണ്ണ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവുക, അത് ഐശ്വര്യം ഉണ്ടാവുക, ഉല്ലാസയാത്ര പോവുക, സ്ഥാന ലാഭം ഉണ്ടാവുക, കാർഷികാഭിവൃദ്ധി ഉണ്ടാവുക, അതുപോലെ തന്നെ ശാന്തി സമാധാനം എന്നിവ കൈവരുമെന്നും അനുകൂല ഫലത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രതികൂല ഫലങ്ങൾ നേരത്തെ പറഞ്ഞു, അനുകൂല ഫലങ്ങളും പറയുന്നുണ്ട്. അപ്പം ആദിശൂലം ദോഷമായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം. അന്ത്യശൂലം വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം. മധ്യശൂലം വരുന്നത് ചതയം, പൂരുരുട്ടാതി, അവിട്ടം നക്ഷത്രക്കാർ വിഷുഫല ദോഷ പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അഭിഷേകങ്ങളും പൂജകളും തുളസിമാലകളും ചാർത്തി ഈ വർഷത്തെ വിഷുഫലത്തെ അനുകൂലമാക്കി കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.